തുർക്കിയിലും സിറിയയിലുമുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 46,000 കടന്നു. ഭൂകമ്പമുണ്ടായി 12 ദിവസങ്ങൾ പിന്നിടുമ്പോഴും തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. 84,000-ലധികം കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത്. സിറിയയിൽ ഭൂകമ്പത്തെ അതിജീവിച്ചവരുടെ സുരക്ഷയും ക്ഷേമവുമാണ് ഏറെ വെല്ലുവിളിയായിരിക്കുന്നത്. അതേസമയം സിറിയയിലെ വിമത മേഖലയിൽ ആളുകൾ ഭക്ഷണം എത്തിക്കുന്നത് തടഞ്ഞെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം അധികൃതർ പറഞ്ഞു. ഇത്തരം മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും അവർ വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി അൻസില ചേരുന്നു. അൻസില, മരണക്കണക്കുകൾ ഏറുകയാണ്. മറ്റ് ദുരിതാശ്വാസ നടപടികളിലെ പ്രശ്നങ്ങളും എന്തൊക്കെയാണ്? ഫിജി, തുർക്കിയിലും സിറിയയിലും ഈ ഒരു 100 വർഷത്തിന് അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടിനിടെ കണ്ട ഏറ്റവും വലിയ ഭൂകമ്പത്തിൽ ഇപ്പോൾ മരണസംഖ്യ 46,000-ലധികം കടന്നിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അതോടൊപ്പം തന്നെ ഇതിൽ ഉള്ളൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സിറിയയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. കാരണം സിറിയയിലെ അഭയാർത്ഥികൾ സിറിയയിൽ ഇപ്പോൾ ഈ ഭൂകമ്പത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയവരെ അവർക്കുള്ള സുരക്ഷാ സംവിധാനങ്ങളൊന്നും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നൊരു ആരോപണം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. 84,000-ലധികം കെട്ടിടങ്ങളാണ് സിറിയയിലും തുർക്കിയിലുമായി ഇപ്പോൾ തകർന്നതായി ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോഴും ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന ഒരു വിവരം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഭൂകമ്പം നടന്ന് 12 ദിവസം പിന്നിട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ നിന്ന് ജീവനോടെ ആളുകളെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു തരത്തിൽ ലോകത്തിന് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ 12 ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ ജീവനോടെ ശേഷിക്കുന്നു എന്നത്. അതോടൊപ്പം തന്നെ സിറിയയിലെ വിമത പ്രദേശങ്ങളിൽ ഈ ഭൂകമ്പ അവശിഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവർ ഭക്ഷണം എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നതും ഒരു വലിയ പ്രശ്നമായിട്ടുണ്ട്. അവിടെ നമുക്കറിയാം, സിറിയ വളരെയധികം വിവിധ പ്രശ്നങ്ങൾ ഉള്ളൊരു മേഖലയാണ്. വളരെ സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് ഈ സംഘർഷാവസ്ഥ വലിയ രീതിയിലുള്ള തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെല്ലാം ഇതിനെ അപലപിച്ചുകൊണ്ട് ഇപ്പോൾ ലോക നേതാക്കളെല്ലാം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം എത്തിക്കാൻ പോലും അവിടെ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് രാജ്യങ്ങൾ എല്ലായിടത്തു നിന്നുമുള്ള ആളുകൾ ഇപ്പോൾ സിറിയയിലും തുർക്കിയിലുമായിട്ട് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിജി, ശരി.